അങ്കമാലിയിൽ ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചേലക്കര ഞങ്ങൾ അഡ്വാൻസ് ചെയ്തില്ലേ? 40,000 വോട്ടിന് ജയിച്ചതല്ലേ ഇടതുപക്ഷം? 38 കൊല്ലം അല്ലേ? 38 കൊല്ലം CPM-ന്റെ കയ്യിൽ വെച്ചൊരു കോൺസ്റ്റൻസിയാ നിങ്ങൾ ഓർക്കണം. മനസ്സിലായോ? ആ കോൺസ്റ്റൻസിന്റെ അകത്ത് അവർ കഴിഞ്ഞ തവണ ജയിച്ചത് എത്രയാ? 38 സംതിങ് ഇങ്ങനെ ജയിച്ചത് ആ കോൺസ്റ്റൻസിയിൽ അവര്. അതാണ് ഇപ്പോ പത്ര കിട്ടിയ 12,000 അല്ലേ? 12,000 വോട്ടിലേക്ക് താണത്. എവിടെയാ വോട്ട്? എവിടെയാ കമ്പാരിസൺ? ഒരു വീഴ്ചയും വന്നിട്ടില്ല. നല്ല സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾക്ക് ഹിതകരമായിരുന്നു, അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണ് അടിസ്ഥാനപരമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് അർത്ഥമില്ല. രാഷ്ട്രീയ ഒറ്റയടിക്ക് ഹിമാലയം പിടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്ന് കയറിക്കയറിക്കല്ലേ പോകാൻ പറ്റും. ഇതൊരു ഹിമാലയായിരുന്നു. ചേലക്കര ഒരു ഹിമാലയാണ്. അപ്പൊ CPM-ന്റെ ഹിമാലയത്തിന്റെ പുറത്ത് കയറുന്നതിന് തുല്യമാണ് ഞങ്ങൾ അവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം തന്നെ അവിടുത്തെ ജനമനസ്സിൽ, ഇടതുപക്ഷത്തിന്റെ ജനമനസ്സിൽ മാറ്റം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭൂരിപക്ഷത്തിൽ അവരെ ഒതുക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർവേഡ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ, ആർക്കും ഒരു സംശയവും വേണ്ട. അടുത്ത 2 പേരും നിങ്ങൾക്ക് കാണാം, ഞങ്ങളത് പിടിച്ചിരിക്കും. ഇല്ല, രമ്യ ഹരിദാസ് ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പാലക്കാട് നിന്ന് ഞാൻ അവിടെ പോയത് ചേലക്കരയായിരുന്നു. ചേലക്കര പോയി അവരെല്ലാം ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ആർക്കും പരാതിയൊന്നും എന്റെ മുമ്പിൽ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യാവുന്ന നല്ല പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി അടക്കം നല്ല പ്രവർത്തനത്തിന്റെ ഒരു വക്താവായി മാറാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതിനകത്ത് ആക്ഷേപമില്ല. ജനമനസ്സിൽ മാറ്റം ഇനിയും വരാനുണ്ട്. ആ മാറ്റം വരും, അത് വരുത്തും. ഇന്നല്ലെങ്കിൽ നാളെ ആ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പറപ്പിക്കും. അത് എന്നോട് ചോദിച്ചാൽ ഉത്തരവില്ല. കാരണം അത് ആര് ചോദിച്ചാലോട് ഉത്തരം പറഞ്ഞാലോട് നിങ്ങൾ ചോദിച്ചാൽ മതി. എനിക്കങ്ങനെ ഒരു പരാതിയില്ല, അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല, അങ്ങനെ ഒരു ആക്ഷേപം എന്റെ മുമ്പിൽ വന്നിട്ടുമില്ല. കൂട്ടിക്കോട്ടെ. അതുകൊണ്ടെന്താ CPM-ൽ ഇപ്പോ ഏതായാലും പോയില്ലേ? ഇനിയാളെ നമ്മൾ തിരിച്ചെടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഒരിക്കലുമില്ല. സരൻ തിരിച്ചു വന്നാൽ പോലും ഞങ്ങൾ പരിഗണിക്കില്ല, ഉറപ്പ്. കാരണം ഒരു പ്രത്യേക ക്രിട്ടിക്കൽ പോയിന്റിൽ പാർട്ടിയെ വിട്ട ചതിയനാണ്. അദ്ദേഹത്തെ തിരിച്ചു പാർട്ടിയിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല, ചെയ്യുന്ന പ്രശ്നമില്ല. കോവിദ മാഷ് തന്നെ കൊണ്ടു നടന്നോട്ടെ. അദ്ദേഹം നമ്മുടെ എന്താണ് BJP വന്ന സന്ദീപ് വാര്യരെ കുറിച്ച് എന്ത് മനോഹരമായ വാക്കുപയോഗിച്ചിരുന്നു അദ്ദേഹം. ഇപ്പൊ എന്താ പറയുന്നത്? സന്ദീപ് വാര്യർ CPM-ൽ പോയാൽ സന്ദീപ് വാര്യർ വളരെ മിടുക്കനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്, തറവാടിത്തുള്ളവനാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. നമ്മളിപ്പോ വന്നപ്പോ അതെല്ലാം മാറിയില്ലേ? അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്വാളിറ്റിയാണ്. വായി തോന്നുന്നതും സമയത്ത് തോന്നുന്നതും സന്ദർഭത്തിൽ തോന്നുന്നതും വിളിച്ചു പറയുന്നവൻ രാഷ്ട്രീയക്കാരനല്ല. അവൻ രാഷ്ട്രീയത്തിലെ ഭ്രാന്തി വികാരത്തിന്റെ ഉടമസ്ഥനാണ്. എന്ത് യാഥാർത്ഥ്യത്തിന്റെ പുറത്ത് അദ്ദേഹം ഈ പറയുന്നതെല്ലാം തിരിച്ചും മറിച്ചും പറയുന്നത്? അയാളെങ്ങനെ ഇതെല്ലാം പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ചോദിച്ച ഉത്തരം പറ. നിങ്ങൾക്കറിയില്ല. അതെല്ലാം അവർ പറഞ്ഞല്ലേ? അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നെ അവർക്കെന്താ അഭിപ്രായസ്ഥിരത? പിന്നെ അവർ വന്ന് രംഗത്തിറങ്ങി സജീവമായി അവരാഗ്രഹിച്ചത് വന്നിട്ടുണ്ടാവാം. ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല, അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും, സ്വാഭാവികമാണ്. അത് നമ്മൾ രാഷ്ട്രീയ എതിരാളികളിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെയുണ്ട്. 1 പോലെ ആവില്ല 2, 2 പോലെ ആവില്ല 3. അപ്പൊ സ്വാഭാവികമായും ചെറിയ കുറ്റമില്ല, ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അവർ. അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കതറിയില്ല. ഞങ്ങൾ പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു വോട്ട് ചെയ്യണമെന്നോ സഹായിക്കണമെന്നോ ഞങ്ങൾ പോയി പറഞ്ഞ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഉത്തരം പറയാൻ എനിക്ക് അർഹതയുള്ളൂ. എന്തെല്ലാം കളിച്ചു? ട്രോളി മാത്രമാണോ? വേറെ എന്തെല്ലാം കളിച്ചു? ഒന്നും ബന്ധില്ലല്ലോ. എല്ലാം വ്യവാത്ത പോലെ അതാ അങ്ങാടിപ്പുറത്ത് വിളിച്ച് തരുത്തുന്നു. കഷ്ടം. പക്ഷേ ഇതൊരു ചതിവാണ്.
ഇദ്ദേഹത്തിന്റെ പോക്കൊരു ചതിവാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തു മത്സരിപ്പിച്ച ഒരാൾ, തോറ്റൊരാൾ ഇത്തവണ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇലക്ഷന്റെ തലേന്നാള് അങ്ങോട്ടേക്ക് ചാടുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ കൂടെ നിർത്തും? പറയും. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേണ്ടെന്ന് പറയുന്നത്. കോൺഗ്രസ് എന്ന് പോയവരെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊന്നും ഇതുപോലത്തെ ചതിവ് കാണിച്ചിട്ടില്ല. ഇതൊരു ചതിവാണ്. പ്രത്യേകിച്ചും വ്യക്തിപരമായി KPCC പ്രസിഡന്റോട് കാണിച്ച ചതിവാണ്. ഈ ജില്ലയിലെ സലീം മാത്രമല്ല മറ്റ് നേതാക്കളും ജില്ലാ കോൺഗ്രസ് വലിയ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ജില്ലയിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളും പാലക്കാട് DCC വലിയ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ കയ്യിൽ പരാതി ഇതുവരെ വന്നിട്ടില്ല. ഞാനാണ് KPCC അധ്യക്ഷൻ. പരാതി ഉണ്ടെങ്കിൽ KPCC അധ്യക്ഷനാണ് പരാതി കൊടുക്കേണ്ടുന്നത്. എന്റെ കയ്യിൽ ഇതുവരെ ആരുടെ ഭാഗത്തും പരാതി വന്നിട്ടില്ല. പരാതി വന്നാൽ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും. 1000 വോട്ടാണ് സാറിന് കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ CPM പാലക്കാട് കൂടിയിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് വോട്ടുകളൊന്നും തന്നെ പോയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഒരു ഈച്ച പോലും കൂടെ പോയിട്ടില്ല എന്ന്. അത്ര ശരിയാന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഈ പാലക്കാട് വിജയം പോലെ തന്നെ ചേലക്കരയിലെ പരാജയവും പാർട്ടി പഠിക്കും. ഉറപ്പായിട്ട് പഠിക്കാനൊന്നുമില്ല. പഠിച്ചതെടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ 10ലേക്ക് എത്തിയത്. അത് മനസ്സിലാക്കുക. 38, 39 നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്.